അയോധ്യാധാം റോഡിലെ അവിടെ നിന്ന് കുറച്ചു ദൂരം സ്വല്പം ഹനുമാൻഗഡിക്ക് ഇപ്പുറത്ത് വെച്ചിട്ട് ഇതുപോലൊരു ഗലിയുണ്ട്. ആ ഗലിയിലെ ആ റോഡ് ഇതുണ്ടോ, ആ റോഡ് വഴി പോയാൽ നമുക്ക് കനക് മന്ദിർ എത്താൻ സാധിക്കും കേട്ടോ. മറ്റേ ഹനുമാൻഗഡിയുടെ അതുവഴി പോവാം, പക്ഷേ ഇന്ന് തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് അവർ വഴികളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പം ഞങ്ങൾ കുറേ അലഞ്ഞതിന് ശേഷമാണ് ഈ വഴി കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി ഇത് പോയി നോക്കാം, എന്തോ അവിടുത്തെ അവസ്ഥ എന്നറിയില്ല. നമ്മൾ ഇതുകൊണ്ട് അത് കണ്ടോ, അവിടെയാണ് ഹനുമാൻ ഗറി ക്ഷേത്രം. അപ്പോൾ അതിന് തൊട്ട് പുറയിലായിട്ടാണ് ഈ കനക് ഭവൻ ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പോയിട്ട് തിരിച്ച് ആ റൂട്ട് തന്നെ കയറി വന്ന അതുവഴി ഇനി ഇതുവഴി അങ്ങോട്ട് പോകുന്ന വഴിക്കാണ്. കാരണം എന്താണെന്നറിയാമോ, നമ്മളിവിടെയുള്ള പോലീസുകാരോടെ ചോദിച്ചാൽ അവർ കറക്റ്റ് വഴി പറഞ്ഞു തരും. അപ്പം ഞങ്ങൾ ആദ്യം ചോദിച്ചില്ല, വീണ്ടും അങ്ങ് അയോധ്യാധാം റോഡിൽ പോയതിന് ശേഷമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മിസ്റ്റേക്ക് പറ്റിയത്. ഇപ്പം നിങ്ങൾ വരുമ്പം ഹനുമാൻഗഡി തൊഴുത് ഇറങ്ങിക്കഴിയുമ്പം തന്നെ ചോദിക്കണം, അവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചു വേണം, വെറുതെ കിടന്ന് ഒത്തിരി അലയണ്ട. ഞങ്ങൾ കുറേ അലഞ്ഞു. അതാ ഇങ്ങനെയുള്ള ചെറിയ ഗലിവഴിയാണ് ഇത് പോകുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ എല്ലാം അങ്ങനെയുള്ള ചെറിയ കുഞ്ഞു ക്ഷേത്രങ്ങൾ ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ശ്രീരാം ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ട് കയറി വന്നപ്പോൾ കണ്ടാണ് ചുവന്ന കല്ലുകൊണ്ട് ഉള്ള ഒരു നിർമ്മിതി. ഇതുണ്ട്, സൈൻ ബോർഡൊക്കെ കണ്ടോ, എല്ലാം ഹിന്ദിയായിരുന്നു കൂടുതൽ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് കണ്ടോ. ഇതൊരു അമ്പലമാണ്, ഇവിടെ ഇത് ഒരു ക്ഷേത്രം ഉണ്ടോ. ഇവിടെ എല്ലാം ക്ഷേത്രങ്ങളാണ്, ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രം. ക്ഷേത്രത്തിനടുത്തോട്ടുള്ള ഗലി കണ്ടോ, എവിടെ ആളുണ്ടോ അവിടെ എല്ലാം ഇവിടെ എല്ലാം കണ്ടോ. പുള്ളിക്കാരൻ നമ്മളെ കൊണ്ടുവന്ന കേട്ടോ. ഇപ്പൊ ഇതാ കനക് ഭവന്. ഇവിടെ എല്ലാം ഇത് ഉണ്ടാകുന്നതൊക്കെ കണ്ടോ. ഇതുണ്ടോ, കസ്തൂരി ലസ്സി. ഇതാണ് കനക് ഭവൻ. മൊബൈലിൽ കൊണ്ടുവന്നു, പക്ഷെ നമുക്ക് അകത്ത് കയറാൻ പറ്റുമെന്ന് അറിയില്ല. മന്ദിരത്തിന്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടെ ഒക്കെ നിൽക്കാം, അത്രേ ഉള്ളൂ. ഇതാണ് സീതാദേവി ശ്രീരാമന് വിവാഹശേഷം താമസിച്ച കൊട്ടാരം കേട്ടോ. കൈകേയി ദേവിയാണ് ഇത് അവർക്ക് സമ്മാനിച്ചതെന്നുള്ളതാണ്. സ്വർണ്ണ മഹാൽ ഒന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഉണ്ടോ, വലിയൊരു കൊട്ടാരമാണ് കണ്ടോ, കൊള്ളാം. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ ടോട്ടലി ഒരു ദിവസം ഉണ്ടോ. ഇതുണ്ടോ, ഇതുണ്ടോ. നമ്മളപ്പോൾ അകത്ത് കയറുകയാണ്. ശരിക്കും വീഡിയോ അമ്പലത്തിനകത്ത് പറ്റത്തില്ല എന്ന് തോന്നുന്നു, പക്ഷെ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. അടിപൊളിയാണ്. ഇത് നല്ല ഇതായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങോട്ട് കയറിയപ്പോ എന്തോ തണുപ്പേ.
ഇവിടെയുള്ള വീഡിയോഗ്രാഫി ഒന്നും വലിയ കുഴപ്പമില്ലേ, അടിപൊളി. രാമനവമിയുടെ കാര്യങ്ങൾ നടക്കുകയാണ്. ഇതുണ്ടോ, കൊള്ളാം. രാമന്റെ സീതയുടെ വിഗ്രഹമാണുള്ളത്. ഇതുണ്ടോ, ഗോഡൻ. ശ്രീരാമനും സീതയുമാണ് പ്രതിഷ്ഠാപനം. ഇങ്ങനെ തിരക്കായതുകൊണ്ട് നമ്മളെ അതിൻ്റെ അകത്തുനിന്ന് നിർത്തിക്കത്തില്ലേ, കയറി ഒരു റൗണ്ട് കയറി വന്ന് അങ്ങ് നമ്മളെ ഞാൻ ഇറക്കി വിടുമെന്നുള്ള കേട്ടോ. ഇതുണ്ടോ, ഞാൻ ടോട്ടൽ ഒരു രൂപം കണ്ടോ, അടിപൊളി. ഇവര് പോലീസുകാർ ഇങ്ങനെ വിസിലടിക്കുക മാത്രമേ ഉള്ളൂ, വേറെ യാതൊന്നുമില്ലേ. കണ്ടോ, നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങാണ്. ഇതുണ്ടോ, ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ള ദൈവങ്ങളൊക്കെ ഉണ്ട്, കാശ് വാങ്ങിക്കാനോ. എന്തായാലും ഇത് നമ്മൾ ഇറങ്ങി വരുമ്പോ കണ്ടോ നല്ല രസമല്ലേ, കണ്ടോ. ഇവിടെ നിന്നുള്ള ഒരു ടോട്ടൽ വ്യൂ. നമ്മളെ ഇവിടെ വരുമ്പം ഇവിടുത്തെ പോലീസുകാരുടെ ഒരു ഇടപെടൽ നമ്മൾ പ്രത്യേകിച്ച് പറയണം കേട്ടോ. കാരണം നമ്മൾ ഒരു തരത്തിലും അവർ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ളതാണ്. പിടിച്ച് തെള്ളുവും അതൊന്നുമില്ല. അവരുടെ ഒരു വിസിലുണ്ട്, ആ വിസിൽ ഇങ്ങനെ അടിക്കും, അത്രേ ഉള്ളൂ. വേറെ നമ്മൾ ശബരിമലയിലൊക്കെ പോകുന്നവർക്ക് അറിയാം, അവിടെയൊക്കെ പിടിച്ച് തെള്ളുകയോ എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും വളരെ വലിപ്പച്ചെറുപ്പമില്ല, അതെല്ലാവർക്കും കയറി തൊഴിലിറങ്ങി പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളെ ഒട്ടുമിക്ക എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി.